പിന്നെ അനാവശ്യമായിട്ട് ഗവൺമെൻറ് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നയാൾ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പോയത് അവിടെയുള്ള പെൻഡക്കോസ്റ്റൽ ചർച്ചിലെ ഹല്ലേലൂയയും പ്രൈസ് ലോർഡും പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഇതൊക്കെ ഡോക്യുമെൻ്റഡാണ്, നിങ്ങൾക്ക് പോയി കാണാം. അപ്പുറത്തുള്ള ജഗൻ ആരാ ഓപ്പോസിഷൻ, അയാൾ ഹാർഡ് കോർ പെൻഡക്കോസ്റ്റ്. ഇങ്ങനൊരു സംഭവം ചന്ദ്രബാബു നായിഡുവോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഒപ്പോസിഷൻ അവിടെ സ്കോർ ചെയ്യുക. അതിനുവേണ്ടി ചന്ദ്രബാബു നായിഡു തല വെച്ച് കൊടുക്കുമോ? അവിടുത്തെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് തല വെച്ച് കൊടുക്കുമോ? നിങ്ങളത് കോമൺ സെൻസിൽ ചിന്തിക്കുക. ഇതേപോലെ തന്നെയാണ് പണ്ട് പഞ്ചാബിൽ നടക്കും. ഇന്ന് പഞ്ചാബിലെ ഇതേപോലെയുള്ള ചർച്ചകൾക്കെതിരെ അവിടെ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കെട്ടിടമൊന്നുമല്ല. ഇത് മേക്ക് ഷിഫ്റ്റ് ആണ്. ഈ സംഭവം ടെൻറ്റുകൾ പോലാണ്. ഇതിവിടെ പറ്റിയില്ലെങ്കിൽ അടുത്ത ഭാഗത്ത് കൊണ്ടുപോകും.